എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയർ സീരീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ലാബ് അസിസ്റ്റൻ്റ് മാത്രമല്ല, അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ, അതുപോലെ ഡിഗ്രി പ്രിലിംസ്, ഇങ്ങനെയുള്ള എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്രദമായ ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്ലാസ് മിസ് ചെയ്യാതെ എല്ലാവരും കാണണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രചോദനമാണ് നമുക്ക് വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അന്നപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചതാര്? മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപിയാണ്. കലാമണ്ഡലം ഗോപിയാണ് മനോരഥം എന്ന് പറയുന്ന കവിതാ സമാഹാരം രചിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള ഭാഷയ്ക്കുള്ള മികച്ച മലയാള ഭാഷ പരിഭാഷ, അതായത് മലയാളത്തിൽ നിന്നും പരിഭാഷ ചെയ്യുന്നത്, അങ്ങനെയുള്ള അവാർഡിന് അർഹനായത് KV കുമാരനാണ്. KV കുമാരൻ്റെ യാനം എന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ്. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് ഡോക്ടർ ലീലാവതിയാണ്. ലീലാവതിയാണ് 2025 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ജേതാവ്. നിലവിലെ ലോകായുക്ത N അനിൽകുമാറാണ്. അതുപോലെ ഉപലോകായുക്ത വി ഷൻസി അശോക് മേനോനാണ്. വി ഷൻസിയും അശോക് മേനോനുമാണ് നിലയിലെ ഉപലോകായുക്ത. മറക്കരുത്, ലോകായുക്ത N അനിൽകുമാർ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നിലവിലെ ലോകായുക്ത N അനിൽകുമാർ, ഉപലോകായുക്ത വി ഷൻസി അശോക് കുമാർ. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലത്താണ്. സംസ്ഥാനത്തെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. ദേശീയപാതയിലെ ഏറ്റവും വലിയ തുരങ്കം നിലവിൽ വരുന്നതും കൊല്ലത്താണ്. അതായത് തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിലാണ് ദേശീയപാതയിലെ ഏറ്റവും വലിയ തുരങ്കം നിലവിൽ വന്നത്. കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിലുള്ള സ്ഥലത്താണ് ദേശീയപാതയിലെ ഏറ്റവും വലിയ തുരങ്കം നിലവിൽ വന്നത്. സംസ്ഥാന ഹരിത കേരള മിഷൻ ഹരിത വിദ്യാലയ പദവി ലഭിച്ച ഗവൺമെൻറ് സ്കൂൾ. സംസ്ഥാന ഹരിത കേരള മിഷൻ്റെ ഹരിത വിദ്യാലയ പദവി ലഭിച്ച ഗവൺമെൻറ് സ്കൂൾ അവനവഞ്ചേരി, തിരുവനന്തപുരം ജില്ലയിലെ അവനവഞ്ചേരി എന്ന് പറയുന്ന സ്കൂളിലാണ് സംസ്ഥാന ഹരിത കേരള മിഷൻ്റെ ഹരിത വിദ്യാലയം പദവി ലഭിച്ചിരിക്കുന്നത്. അതുപോലെ കിതൂർ പക്ഷിഗ്രാമം നിലവിൽ വരുന്നത്. കിതൂർ പക്ഷിഗ്രാമം നിലവിൽ വന്നത് കാസർഗോഡ് ജില്ലയിലാണ്. PSCക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. കിതൂർ പക്ഷിഗ്രാമം നിലവിൽ വന്നത് കാസർഗോഡ് ജില്ലയിലാണ്. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത്. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് കണ്ണപുരം, കണ്ണൂർ ജില്ലയിലെ കണ്ണപുരത്താണ് സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത്. ബാലരാമപുരത്തു നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള തുരങ്ക റെയിൽവേ പാതയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. ബാലരാമപുരത്തു നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള തുരങ്ക റെയിൽവേ പാതയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്
കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ്. കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ബാലരാമപുരത്തു നിന്നും വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള തുരങ്ക റെയിൽവേ പാത നിർമ്മാണത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ. രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണലായി മാറുന്നത് വിഴിഞ്ഞമാണ്. രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ റെയിൽവേ ടണലായി മാറുന്നത് വിഴിഞ്ഞം. എയർ ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഇന്നവേഷൻ കേന്ദ്രം ആരംഭിച്ചത് കൊച്ചിയിലാണ്. എയർ ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഇന്നവേഷൻ കേന്ദ്രം ആരംഭിച്ചത് കൊച്ചിയിലാണ്. ലോക കാലാവസ്ഥാ സംഘടന സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമാറ്റിക്സ് 2024 റിപ്പോർട്ടിൽ അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് ഏതെന്നാണ് ചോദിച്ചത്. അതായത് ലോക കാലാവസ്ഥാ സംഘടനയുടെ സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമാക്സ് 2024 റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്ത ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് മുണ്ടക്കൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് മുണ്ടക്കലാണ്. മുണ്ടക്കലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത്. ലോകസഭ മണ്ഡല പുനർവിഭജനത്തിൽ കേരളത്തിന് നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം. ലോക്സഭാ മണ്ഡല പുനർവിഭജനത്തിന് കേരളത്തിൽ നിന്നും നഷ്ടമാകുന്ന സീറ്റുകളുടെ എണ്ണം 2 2 സീറ്റുകൾ കേരളത്തിന് നഷ്ടപ്പെടും. സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോം സുപ്പലേൺ. സുപ്പലേൺ. സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോം സുപ്പലേൺ. സുപ്പലേൺ. സുപ്പലേണാണ് ലേണിംഗ് പ്ലാറ്റ്ഫോം. നെക്സ്റ്റ്, ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി. ആർത്തവ ശുചിത്വത്തിൻ്റെ അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് തിങ്കൾ. തിങ്കൾ എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് ചോദിച്ചാൽ ആർത്തവ ശുചിത്വത്തിൻ്റെ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി അമൃത ആശുപത്രി നടപ്പിലാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. സമാശ്വാസം പദ്ധതി സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി അമൃത ആശുപത്രി നടപ്പിലാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം. മാർഗദീപം. പട്ടിക വർഗ ജനവിഭാഗത്തിന് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്ര ജീവിക. പട്ടികവർഗ വിഭാഗത്തിന് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്ര ജീവിക. ഗോത്ര ജീവിക മറക്കരുത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനവുമായി ആരോഗ്യ വകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം. അതായത് രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള ഒരു സംവിധാനം, ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം. എന്താണ് എപ്പിഫോം?
വിഴിഞ്ഞത്ത് എത്തുന്ന ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യ കപ്പൽ. വിഴിഞ്ഞത്ത് എത്തുന്ന ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യ കപ്പലാണ് MSC മിയ. MSC മിയയാണ് വിഴിഞ്ഞത്ത് എത്തുന്ന ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യത്തെ കപ്പൽ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2024 പുരസ്കാര ജേതാക്കൾ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2024 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൽ മികച്ച കഥ അല്ലെങ്കിൽ നോവലിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വിമീഷ് മണിയൂർ. വിമീഷ് മണിയൂറിൻ്റെ ഭൂതം എന്ന് പറയുന്ന കഥയ്ക്കാണ് മികച്ച കഥ അല്ലെങ്കിൽ നോവൽ വിഭാഗത്തിൽ നിന്നും പുരസ്കാരം നേടിയത് വിമീഷ് മണിയൂർ. ഓർക്കണം, വിമീഷ് മണിയൂറിനാണ് കഥ അല്ലെങ്കിൽ നോവൽ വിഭാഗത്തിൽ മികച്ച കഥ അല്ലെങ്കിൽ നോവൽ വിഭാഗത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വിമീഷ് മണിയൂർ. കഥ മറക്കരുത്, ഭൂതം. മികച്ച കവിത പ്രേമജ ഹരീന്ദ്രൻ്റെ പൂമാല. പ്രേമജ ഹരീന്ദ്രൻ എഴുതിയ പൂമാല എന്ന് പറയുന്നതാണ് മികച്ച കവിത. മികച്ച കവിത പ്രേമജ ഹരീന്ദ്രൻ്റെ പൂമാല. കൃതി പൂമാല. എഴുതിയത് പ്രേമജ ഹരീന്ദ്രൻ. കഥയാണെന്നുണ്ടെങ്കിൽ വിമീഷ് മണിയൂറിൻ്റെ ഭൂതം. മികച്ച ജീവചരിത്രം ഡോക്ടർ നെത്തൂർ ഹരികൃഷ്ണൻ്റേതാണ്. ഡോക്ടർ നെത്തൂർ ഹരികൃഷ്ണൻ്റെ ജീവചരിത്രമാണ് മികച്ച ജീവചരിത്രം. കുട്ടികളുടെ എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നെത്തൂർ ഹരികൃഷ്ണൻ. നെക്സ്റ്റ്, മങ്കൊമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകളാണ് ആദ്യ പുണ്യ. മങ്കൊമ്പിലെ നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലിനങ്ങളാണ് ആദ്യ പുണ്യ. 2 പേരാണ് ആദ്യ പുണ്യ. ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സംഘമാണ് ഐബെക്സ് ബ്രിഗേഡ്. ഉത്തരാഖണ്ഡിലുണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സംഘമാണ് ഐബെക്സ് ബ്രിഗേഡ്. എന്താണ്? ഐബെക്സ് ബ്രിഗേഡ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി. നിലവിലെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി അജയ് സേത്താണ്. നിലവിലെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത്. രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത്. രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണി. അഞ്ജു രതി റാണിയാണ് രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി. നിലവിലെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് അജയ് സേത്ത്. രാജ്യത്തെ 58ാമത് കടുവാ സങ്കേതം. രാജ്യത്തെ 58ാമത് കടുവാ സങ്കേതം മാധവ് നാഷണൽ പാർക്കാണ്. മാധവ് നാഷണൽ പാർക്കാണ് രാജ്യത്തെ 58ാമത് കടുവാ സങ്കേതമായ മാധവ് നാഷണൽ പാർക്ക് കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ മാധവ് നാഷണൽ പാർക്ക്. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡറാണ് ബ്ലൂ ഗോസ്റ്റ്. ആദ്യത്തെ നമുക്കറിയാം ഒഡീസിയസ് ആണ്. 2ാമത്തത് ബ്ലൂ ഗോസ്റ്റ് ആണ്. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡറാണ് ബ്ലൂ ഗോസ്റ്റർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫെയർ സീരീസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫെയറുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആരും ഇത് കാണാതെ പോകരുത്. ഇനിയും നമ്മുടെ എക്സാം വരെ, അതായത് ലാബ് അസിസ്റ്റൻ്റ് എക്സാം വരെ നമ്മൾ കറണ്ട് അഫെയർ ചെയ്തുകൊണ്ടിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സുകളാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പോലും ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ കാണാം.